ഹലോ ഗൈസ്, അനിമൽ സ്റ്റോറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ വൺ പീസിന്റെ ചാപ്റ്റർ 1138 മലയാളം എക്സ്പ്ലനേഷൻ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ചാപ്റ്റർ 1138 ഹാർലി. അപ്പൊ ഗുങ്കോയുടെ അടിയൊക്കെ കൊണ്ട് തളർന്നു കിടക്കുന്ന ലോക്കി ഷാംറോക്കിനോട് ചോദിക്കുന്നു, നിന്നെ കാണാൻ ഷാങ്സിനെ പോലെ തന്നെ ഉണ്ടല്ലോ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അപ്പൊ ഇത് കേട്ടിട്ട് തിരിഞ്ഞു നടന്ന ഷാംറോക്കും ഗുങ്കോയും അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഗുങ്കോ ആണെങ്കിൽ ലോക്കിയോട് പറയുന്നടാ, ആളെറിഞ്ഞ് കളിക്കടാ, ഇതൊന്നും അറിയേണ്ട ആവശ്യം നിനക്കില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ ലോക്കിയും പറയുന്നു, ശരിയാണ്, ഇതിലൊന്നും തലയിടേണ്ട ആവശ്യം എനിക്കില്ല, പക്ഷെ എന്നാലും ഒരു വലിയ പൈറേറ്റിനും ഒരു സെലസ്റ്റിയൽ ഡ്രാഗണിനും ഒരേ മുഖച്ചായ എന്നൊക്കെ പറയുന്നത് കുറച്ച് സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ എന്ന് ലോക്കി പറയുന്നു. ഇപ്പോ ഷാംറോക്ക് പറയുന്നുണ്ട്, ഷാങ്സ് കുട്ടിക്കാലത്തെ എന്റെ അടുത്ത് പിരിഞ്ഞു പോയ എന്റെ ഇളയ ഇരട്ട സഹോദരനാണെന്ന്. അതേപോലെ ഒരിക്കലും അവൻ മരി ജോയ്സിലേക്ക് തിരിച്ചു വന്നതുമാണ്. പക്ഷേ എന്ത് ചെയ്യാം, അവന് ജീവിക്കാൻ താല്പര്യം ഈ സാധാരണക്കാർ ജീവിക്കുന്ന വൃത്തികെട്ട ലോകത്താണെന്നും ഷാംറോക്ക് പറയുന്നു. അപ്പോൾ ഷാങ്സ് ഒരിക്കൽ മരി ജോയ്സിലേക്ക് തിരിച്ചു ചെന്നു. അപ്പൊ നമുക്കുണ്ടാവുന്ന അതേ ഒരു സംശയം തന്നെ ലോക്കിക്കും തോന്നുന്നുണ്ട്. എന്നിട്ട് ലോക്കി പറയുന്നുണ്ട്, നിങ്ങളുടെ ആ ഒരു പരമ്പരയോട് എനിക്കിപ്പോൾ ഉള്ള ദേഷ്യം കുറച്ചുകൂടെ കൂടിയിട്ടുണ്ടെന്ന്. അതായത് ഞാൻ ഒരേപോലെ വെറുക്കുന്ന ചേട്ടനും അനിയനും എന്ത് രസമല്ലേ എന്നൊക്കെ ഇങ്ങനെ ലോക്കി ഇരുന്ന് പറയുന്നു. അതേപോലെ ലോക്കി പറയുന്നുണ്ട്, ഞാൻ ഈ ചങ്ങലയിൽ നിന്ന് വെളിയിൽ വന്നോട്ടെ, എന്റെ കൂട്ടുകാരോട് നീയൊക്കെ ചെയ്തതിന് ഞാൻ പകരം ചോദിക്കുമെന്ന്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ലോക്കിയുടെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ജയന്റ് ഗോറിലയും കരടിയും ചെന്നായും മാമത്തും ഒക്കെ ഇങ്ങനെ വീണ് കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഉടനെ ഷാംറോക്ക് ലോക്കിയോട് ചോദിക്കുന്നു, നീ എന്താടാ എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ എന്ന്. അപ്പൊ ഗുങ്കോ പറയുന്നുണ്ട്, കമാൻഡർ അവൻ പറയുന്നൊന്നും കാര്യമായിട്ട് എടുക്കണ്ടെന്ന്. അപ്പൊ ഈ ഭീഷണി കേട്ടിട്ട് ആകെ പൊളിഞ്ഞ ഷാംറോക്ക് വാളെടുത്ത് ഇങ്ങനെ വീശുന്നുണ്ട്. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഷാങ്സിന്റെ ഇരിക്കുന്ന ഗ്രിഫൺ ബോൾ ഒരു വാള് തന്നെയാണ് ഇതും. അപ്പൊ ഇവനെ പോലെ ഒരുത്തനെ കൈവച്ച് എന്റെ സ്വന്തം കൈ എന്തായാലും എനിക്ക് വൃത്തികേടാക്കേണ്ടി വരില്ല അല്ലേ സെറിബറസ് എന്ന് ചോദിച്ചുകൊണ്ട് ആ വാൾ ഇങ്ങനെ വീശുന്നുണ്ട്. ആ വാളിന്റെ പേര് സെറിബറസ് എന്നാണ്. ഈ സെറിബറസ് എന്ന് പറയുമ്പോൾ ആ 3 തലയുള്ള ജയന്റ് ഡോഗ് ലൈക്ക് ക്രീച്ചർ ഉണ്ടല്ലോ, നമ്മള് ത്രില്ലർ ബാർക്കിലൊക്കെ കണ്ടിരുന്നു. അപ്പൊ അങ്ങനെ ഒരു സെറിബറസ് ഇയാളുടെ ഈ വാളിൽ നിന്ന് മുന്നോട്ട് ഇങ്ങനെ ചാടി വരികയാണ്. അപ്പൊ ലോക്കി ഇത് കണ്ടിട്ട് ഞെട്ടുന്നുണ്ട്. ആ സെറിബറസിന്റെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ ആ ബ്ലാക്ക് ക്ലൗഡ്സും കൊണ്ടുള്ള ആ ഒരു ഇതൊക്കെ ഉണ്ട്. നമ്മുടെ ആ 5 എൽഡേഴ്സിന്റെ മോൺസ്ട്രസ് രൂപം വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ ചുറ്റും ഉണ്ടായിരുന്ന പോലെ. അപ്പൊ ഇതെന്ത് മാറണമാണെന്ന് ചോദിച്ചു ലോക്കി ഇങ്ങനെ അലറി വിളിക്കുകയാണ്. ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ സെറിബറസിന്റെ ഒരു ഹെഡിൽ നിന്ന് വീണ്ടും ഒരു വാൾ ഇറങ്ങി വരുന്നത് നമുക്ക് കാണാം. അപ്പൊ ഷാംറോക്ക് ലോക്കിയോട് പറയുന്നുണ്ട്, ഇതെന്റെ വാളാണെന്ന്. ഓ, ഈ പാനിൽ നോക്കിയ സീൻ സാധനം. ആ വന്ന സെറിബറസിന്റെ 3 തലേന്ന് ഓരോ വാള് വീതം വീണ്ടും ഇറങ്ങി വരും. ഉടനെ പണ്ടാരം അടങ്ങാൻ ഇതെന്ത് ജന്തുവാണെന്നൊക്കെ ആലോചിച്ച് ലോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. ഇതുങ്ങളാണെങ്കിൽ ലോക്കിയെ അറ്റാക്ക് ചെയ്യാൻ ഇങ്ങനെ തയ്യാറായിട്ട് ലോക്കിയെ തന്നെ നോക്കി നിൽക്കുകയാണ്. ഇപ്പൊ ഇവർ ഇവിടുന്ന് പോകാൻ തുടങ്ങുകയാണ്. ഗുങ്കോ ആ ബാൻഡേഡ്സ് വെച്ച് എന്തോ ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാം. അപ്പോൾ അവള് ഷാംറോക്കിനോട് പറയുന്നുണ്ട്, നമുക്ക് ഉടനെ ഇവിടുന്ന് പോകണമെന്ന്. ഉടനെ ഷാംറോക്ക് ആ സെറിബറസിനോട് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓർഡർ കൊടുക്കുകയാണ്. ഇപ്പൊ നമുക്ക് കാണാൻ പറ്റും, ആ സെറിബറസിന്റെ ദേഹത്ത് നിന്ന് ആ 3 തലയും ഊരി അങ്ങ് മാറുകയാണ്. എന്നിട്ട് ആ ബോഡി മാത്രം തിരിച്ച് ഷാംറോക്കിന്റെ വാളിനകത്തേക്ക് കയറി പോകുന്നു. ശേഷം ആ ബാൻഡേഡ് കൊണ്ട് ഗുങ്കോ ഉണ്ടാക്കിയ ആ ഒരു ജയന്റ് കിളിയുടെ പുറത്ത് കയറി ഷാംറോക്കും ഗുങ്കോയും കൂടെ അവിടുന്ന് പോവാണ്. അപ്പൊ അവിടുന്ന് പോകുമ്പോൾ ഷാംറോക്ക് വിളിച്ചു പറയുന്നുണ്ട്, ഇനി നടക്കാൻ പോകുന്ന ആ സെറിബറസിന്റെ അറ്റാക്ക് നീ സർവൈവ് ചെയ്താൽ നീ വന്ന് എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു, അങ്ങനെ ഒരു സമയം വന്നാൽ ഞാൻ നിന്നോട് ഫൈറ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് അവര് പോവാണ്. അപ്പൊ ലോക്കി ആണെങ്കിൽ അവിടെ കിടന്ന് ഓയോ എന്നിങ്ങനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് അവനിങ്ങനെ മുകളിലേക്ക് നോക്കുമ്പോൾ കാണാം ആ സെറിബറസിന്റെ 3 തല അവന്റെ നേർക്ക് ഇങ്ങനെ വരികയാണ്. 3ന്റെ വായിലാണെങ്കിൽ നല്ല 3 മൂർച്ചയുള്ള വാളും. അപ്പൊ ആ വാള് വന്ന് എന്റെ ദേഹത്ത് കയറി കഴിഞ്ഞാൽ ഞാൻ മൂഞ്ചിന്ന് ലോക്കി അവിടെ ഇരുന്ന് പറയുന്നുണ്ട്. അപ്പൊ സെലസ്റ്റിയൽ ഡ്രാഗൺസിനെയൊക്കെ പ്രാഗിക്കൊണ്ട് ലോക്കി ഇങ്ങനെ അവിടെ കിടന്ന് അലറുകയാണ്. ആ സെറിബറസിന്റെ 3 തലയും നേരെ വന്ന് ലോക്കിയുടെ വയറ്റത്തോട്ട് വാള് കുത്തി ഇറക്കിയിട്ടുണ്ട് 3 എണ്ണം. ഇപ്പൊ നമ്മളെ ബാൻഡേഡ് പക്ഷിയുടെ പുറത്ത് പോകുന്ന ഷാംറോക്കിനെ ഗുങ്കോയും കാണിക്കുന്നു. ഷാംറോക്ക് ഗുങ്കോയോട് പറയുന്നുണ്ട്, ഇനി എന്തായാലും ഇവിടുത്തെ ജയൻസിനെ കൺട്രോളിലാക്കുന്ന കാര്യം നടക്കൂല, നമുക്ക് അവരുടെ പിള്ളേരെ പിടിക്കുക, അതായിരിക്കും എളുപ്പമെന്ന് പറയുന്നു. അപ്പൊ ഹെൽപ്പിനായിട്ട് വേറൊരു ഹോളി നൈറ്റിനെയും കൂടെ സമ്മൺ ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പൊ ഗുങ്കോ ഇങ്ങനെ ചോദിക്കുകയാണ്, ഞാൻ ആരെയാ വിളിക്കേണ്ടതെന്ന്. അപ്പൊ ഒരു ഹോളി നൈറ്റും കൂടെ വരാൻ പോവാണ് ഗൈസ്. ഇപ്പൊ നമ്മളെ ഓറസ്റ്റ് കൊട്ടാരമാണ് കാണിക്കുന്നത്. അപ്പൊ ഗുങ്കോ അവിടെ വന്നപ്പോ അറ്റാക്ക് ചെയ്ത ജയൻസ് അവിടെ കിടക്കുന്നത് ലൂഫി കഴിഞ്ഞ ചാപ്റ്ററിൽ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അവന്മാരിങ്ങനെ പറയുന്നത് കേൾക്കാം, ഞങ്ങളെ അറ്റാക്ക് ചെയ്ത കൂട്ടത്തിലുണ്ടായിരുന്നത് റെഡ് ഹെഡ് ഷാങ്സ് തന്നെയാണെന്ന് ഞങ്ങൾക്ക് ഉറപ്പാണെന്ന് അവന്മാർ പറയുന്നു. ഉടനെ ലൂഫി അവരോട് ചൂടാവുന്നുണ്ട്, കള്ളത്തരം പറയുന്നോടാ, ഷാങ്സ് അങ്ങനെ ഒരു കാരണവും ഇല്ലാതെ നിങ്ങളെ അറ്റാക്ക് ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പൊ ജയൻസ് പറയുന്നുണ്ട്, അല്ല സത്യം, അത് ഷാങ്സ് തന്നെയാണ്, ഷാങ്സ് ഒരുപാട് തവണ എൽബാഫ് വിസിറ്റ് ചെയ്തിട്ടുള്ളതൊക്കെ അത് ഷാങ്സ് തന്നെയാണ്, ഞങ്ങൾക്ക് ഉറപ്പാണെന്ന് പറയും. അപ്പൊ ലൂഫി പറയുന്നത്, ഷാങ്സ് അങ്ങനെയൊന്നും ചെയ്യുന്ന ഒരാളല്ല, ഷാങ്സ് ഭയങ്കര കൂളായിട്ടുള്ള ഒരു മനുഷ്യനാണ്, അതേപോലെ ഈ വന്നവൻ ഷാങ്സിന്റെ അതേ മുഖച്ചായുള്ള വേറൊരുത്തനായിക്കൂടെ എന്ന് ലൂഫി ചോദിക്കുന്നുണ്ട്. ഓ മാൻ, ലൂഫി. അപ്പൊ ആ ജയൻസിൽ ഒരാൾ ഇങ്ങനെ പറയുന്നത്, അവരെ ഇതിനകത്ത് കണ്ടപ്പോൾ ഞങ്ങൾ അങ്ങ് പേടിച്ചു പോയി, എന്നാലും എന്താവശ്യത്തിനായിരിക്കും അവർ കൊട്ടാരത്തിനകത്ത് കയറിയ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പൊ സോറോ പറയുന്നുണ്ട്, ഷാങ്സ് ഈ അടുത്ത് വരെ എൽബാഫിൽ ഉണ്ടായിരുന്നല്ലേ പറഞ്ഞത്, അപ്പൊ പുള്ളി ഇപ്പോഴും ഇവിടെ അടുത്തൊക്കെ ഉണ്ടെങ്കിലോ അങ്ങനെ സംഭവിച്ചൂടെ എന്ന് ചോദിക്കുന്നു. അപ്പൊ ലൂഫി അവിടെ നിന്ന് വീണ്ടും നമ്മുടെ ഷാങ്സിന് വേണ്ടി കട്ടയ്ക്ക് വാദിച്ചുകൊണ്ടിരിക്കുകയാണ്.
അപ്പൊ ലൂഫി വീണ്ടും പറയുന്നുണ്ട്, നിങ്ങൾ ഈ പറയുന്നതൊക്കെ സത്യമാണെങ്കിൽ അത് ഷാങ്സ് ആവാൻ ഒരു വഴിയില്ല, ഷാങ്സ് അങ്ങനത്തെ ടൈപ്പ് ഒരാളല്ല എന്ന് പറയുന്നു. അപ്പൊ ഇത് കേട്ടിട്ട് എന്താ ലൂഫിയുടെ കോൺഫിഡൻസ് എന്ന് പറഞ്ഞ് നമ്മുടെ നാമി ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. ഉടനെ ലൂഫി നാമിയോട് ചോദിക്കുന്നുണ്ട്, പിന്നെ അല്ലാണ്ട് നാമി, നിന്റെ മെല്ലമേറെ സാനിനെ പറ്റി ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞാൽ നീ കേട്ടോണ്ടിരിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഉടനെ നാമി പറയുന്നുണ്ട്, മെല്ലമേർ അല്ലടാ ബെല്ലമേർ സാനാണെന്ന്. അപ്പൊ ആ ജയൻസ് അവിടെ ഇരുന്ന് ഇങ്ങനെ പറയുന്നു, ഒരേ മുഖച്ചായുള്ള രണ്ടുപേരല്ലേ, ഇനിയിപ്പോ അത് ഷാങ്സിന്റെ സഹോദരനായിരിക്കൂ. ഇവന്മാരവിടെ കൂടിയിരുന്ന് വൻ പ്രഡിക്ഷൻ ആണല്ലോ ഗൈസ്. അപ്പൊ ലൂഫി ഇങ്ങനെ പറയുന്നു, ആ ഷാങ്സിന്റെ ബ്രദർ അതൊരു ചാൻസ് ആണ്. പക്ഷെ ഞാൻ ഒരിക്കലും ഷാങ്സിന്റെ ഫാമിലിയെ പറ്റി അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് ചോദിച്ചിട്ടൊന്നുമില്ല. ഷാങ്സ് ഒരു പൈറേറ്റ് കപ്പലിലാണ് ജനിച്ചു വളർന്നതെന്നാണ് എനിക്ക് അറിയാവുന്നത്. എന്റെ ഒരു അറിവില് ഷാങ്സിന്റെ ഫാമിലി എന്ന് പറയുന്നത് റോജറും പിന്നെ റൈലിയും അതേപോലെ റോജർ പൈറേറ്റ്സിലെ ബാക്കിയുള്ളവരും ബഗ്ഗി ഒഴിച്ച് എന്നിങ്ങനെ ലൂഫി പറയുന്നുണ്ട്. അപ്പൊ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ആ ഓറസ്റ്റ് കൊട്ടാരത്തിലേക്ക് നമ്മുടെ ആ എൽബാഫിലെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള മനുഷ്യൻ, ആ ഹാറ്റ് വെച്ച പുള്ളി ഇങ്ങനെ നടന്നു വരുന്നത് നമുക്ക് കാണാം. അത് സ്കോപ്പർ ഗബാൻ ആയിരിക്കും എന്നൊരു പ്രഡിക്ഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മിക്കവാറും അത് പുള്ളി തന്നെ ആവാനാണ് ഗൈസ് ചാൻസ് കൂടുതൽ. നമ്മുടെ റിപ്ലിയുടെ ഹസ്ബൻഡും പുള്ളി തന്നെ ആയിരിക്കും. എന്തായാലും നെക്സ്റ്റ് ചാപ്റ്ററിൽ പുള്ളിയുടെ ഒരു പ്രോപ്പർ ഇൻട്രൊഡക്ഷൻ ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നെക്സ്റ്റ് നമ്മളെ കാണിക്കുന്നത് ട്രഷർ ട്രീ യാദം കാണാൻ പോയേക്കുന്ന നമ്മുടെ ഫ്രാങ്കിയൻ ടീമിനെയാണ്. അപ്പൊ ഈ ട്രഷർ ട്രീ യാദത്തിന്റെ ആ വലിപ്പം കണ്ടിങ്ങനെ അമ്പരന്ന് നിൽക്കുകയാണ് ഫ്രാങ്കി. അപ്പൊ റിപ്ലി ഫ്രാങ്കിയോട് ചോദിക്കുന്നുണ്ട്, ഇതിന്റെ തടിക്ക് പുറത്തൊക്കെ ഭയങ്കര ഡിമാൻഡ് അല്ലേ എന്ന്. അത് നോക്കിക്കേ ഗൈസ്, റിപ്ലി ഒരു കുഞ്ഞ് കളിപ്പാട്ടം എടുത്ത് പിടിച്ചേക്കുന്ന പോലെ ഫ്രാങ്കിയെ ഇങ്ങനെ കൈ പിടിച്ചിരിക്കുകയാണ്. അപ്പൊ റിപ്ലി ഇങ്ങനെ പറയുന്നുണ്ട്, ഇതിന്റെ തടിക്കൊക്കെ എത്ര ഡിമാൻഡ് ഉണ്ടെങ്കിൽ ഇത് ഞാൻ കുറേശ്ശായിട്ട് മിക്കവാറും വെട്ടി വിൽക്കുമെന്ന് പറയുന്നു. അപ്പൊ ഫ്രാങ്കി റിപ്ലിയോട് പറയുന്നു, എന്റെ പൊന്ന് റിപ്ലി, നീ ഇങ്ങനെ ഓരോ ഐഡിയ എന്നെ വഴി തെറ്റിക്കല്ലേ. സോൾ ആണെങ്കിൽ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് എനിക്ക് വലിയൊരു ക്ലാസ് എടുത്തിട്ടിരിക്കുക. അതായത് ആദം ട്രീ എന്ന് പറഞ്ഞാൽ എൽബാഫുകാർ പൂജിക്കുന്ന ഒരു മരമാണ്, അത് വെട്ടാനൊന്നും നിൽക്കല്ലേ എന്ന്. അതേപോലെ ഈ മരം ഇവിടുന്ന് ഇപ്പൊ വെട്ടി കടത്തിക്കൊണ്ട് പോകണമെങ്കിൽ തന്നെ അതിന് നല്ല എമണ്ടൻ ചെലവ് വരുമെന്നും ഫ്രാങ്കി പറയുന്നുണ്ട്. എന്നിട്ട് റിപ്ലിയുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ താഴേക്ക് ചാടിയിട്ട് ഫ്രാങ്കി ഇങ്ങനെ എന്തോ നോക്കിയിട്ട് അത് എന്താന്ന് ചോദിക്കുന്നുണ്ട്. ഉടനെ റിപ്ലി പറയുന്നു, അതൊരു മ്യൂറൽ പെയിന്റിംഗ് ആണെന്ന്. പണ്ടുകാലത്ത് ഏതോ കുട്ടികൾ ആ മരത്തിന്റെ തടി കൊത്തിവെച്ചതാണെന്നും ഇപ്പൊ അതിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ വാല്യൂ കണക്കിലെടുത്തിട്ട് ഇതിനെ ഈ എൽബാഫിന്റെ ഒരു ദേശീയ സാംസ്കാരിക പൈതൃകത്തിന്റെ പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് റിപ്ലി ഇങ്ങനെ പറയുന്നു. ഏത് അവിടെ ആ കുത്തി വരച്ചേക്കുന്നതിന്റെ ഒക്കെ കാര്യമാണ് ഈ പറയുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ഫ്രാങ്കി അങ്ങോട്ടേക്ക് ഓടുന്നുണ്ട്. അപ്പൊ റിപ്ലി പറയുന്നുണ്ട്, ഏകദേശം കണക്കനുസരിച്ച് ഇതൊരു 800-900 വർഷങ്ങൾക്ക് മുമ്പ് വരച്ചിട്ടുള്ള പെയിന്റിങ്സ് ആണ്. അതായത് സംഭവം ഉള്ളതാണെങ്കിൽ ഇത് വോയിഡ് സെഞ്ചുറി എന്നുള്ള ഒരു പ്രധാനപ്പെട്ട രേഖയാണ് എന്ന് റിപ്ലി ഇങ്ങനെ പറയാണ്. ഉടനെ ഫ്രാങ്കി പറയുന്നുണ്ട്, അപ്പം നമ്മൾ ഇത് ഉറപ്പായിട്ട് റോബിനെ വിളിച്ച് കാണിക്കണമെന്ന്. അപ്പോൾ ഫ്രാങ്കി വേറൊരു കാര്യം നോട്ട് ചെയ്യുന്നുണ്ട്, അതായത് ഇത് എൽബാഫിലുള്ളവർ വരച്ചതാണെന്നാണല്ലോ പറയുന്നത്. പക്ഷേ ഈ പടത്തിൽ ജയൻസ് മാത്രമല്ല വേറെയും ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പൊ അത് വിചിത്രമായിരിക്കുന്നല്ലോ എന്ന് ഫ്രാങ്കി ഇങ്ങനെ ചിന്തിക്കുന്നു. അപ്പോൾ റിപ്ലി പറയുന്നുണ്ട്, എൽബാഫിലെ രേഖകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ പല വർഗത്തിലും വംശത്തിലും പെട്ട ആൾക്കാർക്കെതിരെ യുദ്ധങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അവരുമായിട്ട് ഒരുമിച്ച് നിന്ന് ഞങ്ങൾ ഇതുവരെ യുദ്ധം ചെയ്തിട്ടില്ല എന്ന് റിപ്ലി പറയുന്നു. അപ്പോൾ ഈ എൽബാഫിലെ ജയൻസും അതേപോലെ തന്നെ അവരുടെ കൂടെ മറ്റ് വർഗത്തിലും വംശത്തിലും പെട്ട ആൾക്കാർ ഇവരെല്ലാവരും ഒരുമിച്ച് നിന്ന് ആർക്കോ എതിരെ യുദ്ധം ചെയ്യുന്നതാണ് ആ പെയിന്റിങ്ങിലുള്ളത്. അപ്പോൾ റിപ്ലി അതിങ്ങനെ നോക്കിയിട്ട് പറയുന്നുണ്ട്, ഈ വരച്ചു വെച്ചിരിക്കുന്നതെല്ലാം പണ്ടത്തെ ഏതെങ്കിലും ഒരു കൊച്ചുകുട്ടിയുടെ മനസ്സിലെ വെറും സ്വപ്നമായിരിക്കാനേ വഴിയുള്ളൂ എന്ന് പറയും. ഇപ്പൊ നമ്മളെ വാൾറസ് സ്കൂൾ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അവിടെ ഇപ്പോൾ കുറെ ജയന്റ് കുട്ടികൾ ഇങ്ങനെ ഇരിക്കുന്നു. അവരെ ആൻജെ അവിടെ നിന്ന് പഠിപ്പിക്കുന്നത് നമുക്ക് കാണാം. പിന്നെ നമ്മളെ ഔൾ ലൈബ്രറിയാണ് കാണിക്കുന്നത്. അപ്പൊ സോള് റോബിനെ അവിടെ ഇരിക്കുന്ന ഹാർലി ടെക്സ്റ്റ് ബുക്ക് ഒക്കെ ഇങ്ങനെ കാണിക്കുകയാണ്. കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ സേക്രഡ് ഹാർലി ടെക്സ്റ്റ്. അപ്പൊ ചോപ്പർ ഇങ്ങനെ നോക്കിയിട്ട് പറയുന്നുണ്ട്, എന്ത് പഴക്കം ചെന്ന ജയന്റ് ബുക്കാ, ഫുള്ള് പൊടിയാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. അപ്പൊ സോൾ ഇങ്ങനെ പറയുന്നുണ്ട്, ഈ എൽബാഫിലെ മിത്തുകളെല്ലാം ഈ ബുക്കിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. അതേപോലെ തന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് പല പല അർത്ഥങ്ങളുണ്ടെന്ന് ഇങ്ങനെ പറയുന്നു. അത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിലും കണ്ടതാണല്ലോ. പഴയ ഭാഷയിൽ എഴുതിയിരിക്കുന്നതായതുകൊണ്ട് പല പല ട്രാൻസ്ലേഷൻസ് ആണ്. കറക്റ്റ് ഏതാണെന്ന് ആർക്കും അറിയാം. അപ്പൊ ഈ ബുക്ക് അനുസരിച്ച് സൺഗോഡിന്റെ പല പല വേർഷൻസ് അവൈലബിൾ ആണ്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ കണ്ടിരുന്നല്ലോ, സൺഗോഡ് ചിരിയുടെ ദൈവമാണെന്ന് ചിലർ പറയുന്നു, ഡിസ്ട്രക്ഷന്റെ ദൈവമാണെന്ന് ചിലർ പറയുന്നു, സൺഗോഡ് രാജാവാണെന്ന് പറയുന്നതുകൊണ്ട് ഇവിടെയുള്ള ഓരോ ജയൻസും സൺഗോഡിന്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പേഴ്സണാലിറ്റീസിനെ വേർഷൻസിനെയാണ് ആരാധിക്കുന്നത്. അതെന്ത് രസമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് ഇങ്ങനെ പറയും. അപ്പൊ ഞാൻ ഈ ഹാർലി ടെക്സ്റ്റ് ഒന്ന് വായിച്ചോട്ടെ എന്ന് അവൾ സോളിനോട് ചോദിക്കുന്നുണ്ട്. ഇപ്പൊ ജയൻസ് അവിടെ പാർട്ടി ചെയ്ത് തകർക്കുന്നത് നമുക്കിങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ കാണാം. ഡോറിയും ബ്രോഗി, ഹാജറുദ്ദീന്, പിന്നെ ജാറുൽ സമ എല്ലാവരും ഇങ്ങനെ ഭയങ്കര ആഘോഷമാണ്. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സോൾ ആ ബുക്ക് ഇങ്ങനെ നിവർത്തി വെച്ചിട്ട് റോബിനോട് പറയാണ് നീ വായിച്ചോളാൻ. അതേപോലെ സോൾ പറയുന്നുണ്ട്, ഇതിലെ കഥ 3 ചാപ്റ്റേഴ്സ് ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അതിൽ 3 ലോകങ്ങളുടെ കഥ പറയുന്നു. ഇതിലെ 3ാമത്തെ ലോകം നമ്മൾ ഇപ്പോൾ ജീവിക്കുന്ന
ജീവിക്കുന്ന ഈ പ്രസന്റ് ലോകമാണ്. അതായത് ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ വരെ ഇതിനകത്ത് പരാമർശിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നിക്കയുടെ കഥ എന്ന് പറയുന്നത് ലോക പ്രശസ്തമാണെന്നും എല്ലാ കഥകളിലും കോമൺ ആയിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിക്ക ഇങ്ങനെ പൊട്ടിച്ചിരിച്ചിട്ട് ഇങ്ങനെയൊക്കെ ഒരു ആക്ഷൻ ഇടുമെന്ന് പറഞ്ഞിട്ട് സോൾ ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ചിട്ട് നിക്കയുടെ ആ ഒരു പോസ് ഇങ്ങനെ കാണിക്കുകയാണ്. അപ്പൊ ഡ്രംസ് ഓഫ് ലിബറേഷന്റെ ആ ഒരു ട്യൂണൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പൊ റോബിൻ ഇങ്ങനെ സോളിന്റെ ആക്ഷനൊക്കെ കണ്ട് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ പറയണം, ഞാൻ എന്തായാലും വായിക്കാൻ തുടങ്ങുകയാണ്. അപ്പൊ അതിലെ കഥ കേൾക്കാൻ നമ്മുടെ ചോപ്പർ ഇങ്ങനെ എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്നതാണ്. അപ്പൊ അതേസമയം തന്നെ നമ്മളെ ആ മ്യൂറൽ പെയിന്റിങ്ങിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന ഫ്രാങ്കിയെയും കാണിക്കുന്നുണ്ട്. ഇപ്പൊ ലാസ്റ്റ് ആ ഒരു അടാറ് ബാനിൽ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഫ്രാങ്കി നോക്കി നിൽക്കുന്ന മരത്തിൽ കൊത്തി വെച്ചിരിക്കുന്ന ചിത്രങ്ങള് ഈ റോബിൻ വായിക്കാൻ പോകുന്ന കഥയുടെ ഒരു പിക്ചർ റെപ്രസെന്റേഷൻ ആണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് വേൾഡിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് നോക്കാം. ദെയർ വാസ് ഫ്ലെയിം ഓൺ എർത്ത്, അതായത് ഭൂമിയിൽ ഒരു ജ്വാല ഉണ്ടായിരുന്നു. ഈ ജ്വാല കൊണ്ട് ഇവിടെ ഇവർ ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും എനർജി സോഴ്സ് ആയിരിക്കാം. അതായത് നമ്മുടെ ഈ മദർ ഫ്ലെയിം എന്നൊക്കെ പറയുന്നത് പോലെ. ഹ്യൂമാനിറ്റി സക്കംബ്ഡ് ടു ഡിസയർ ആൻഡ് ടച്ച്ഡ് ദ ഫോർബിഡൻ സൺ, അതായത് ആർത്തി മൂത്ത ചില മനുഷ്യര് വിലക്കപ്പെട്ട സൂര്യനെ തൊടാൻ വേണ്ടി ആഗ്രഹിച്ചു എന്നാണ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് ആൾക്കാർ അധികാരം കയ്യിലെടുക്കാൻ ആഗ്രഹിച്ചു, അല്ലെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ എനർജി സോഴ്സ് ഉണ്ടല്ലോ അതുപയോഗിച്ച് പ്രവർത്തിപ്പിക്കുന്ന ഏൻഷ്യന്റ് വെപ്പൺസ് കൈക്കലാക്കാൻ ആഗ്രഹിച്ചു എന്നുള്ളതൊക്കെ ആയിരിക്കാം. അടുത്ത സെന്റൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ദ എൻസ്ലേവ്ഡ് പീപ്പിൾസ് പ്രൈഡ്, അതായത് നമ്മൾ ഈ മുകളിൽ പറഞ്ഞ അധികാരം കൈയടക്കിയ ആൾക്കാരാൽ അടിമയാക്കപ്പെട്ട ആൾക്കാർ പ്രാർത്ഥിച്ചു. അങ്ങനെ അവരുടെ ഈ പ്രാർത്ഥന മൂലം ഗോഡ് ഓഫ് ദ സൺ ഗോഡ് പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. അപ്പൊ ഈ അടിമകളെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് സൺ ഗോഡ് വന്നത് എർത്തിന്റെ ഗോഡിന്, അതായത് ഭൂമിയുടെ ദൈവത്തിന് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ സെർപ്പന്റ് ഓഫ് ഹെൽ, നരകത്തിലെ സർപ്പത്തിന്റെ തീയിലും അതേപോലെ തന്നെ ഈ എർത്ത് ഗോഡിന്റെ ദേഷ്യത്തിലും ആ ആദ്യത്തെ ലോകം മരണം കൊണ്ട് പൊതിയുകയാണ്, ഇരുട്ടുകൊണ്ട് മൂടുകയാണ്. ആ ലോകം അവസാനിക്കുകയാണ്. ദേ കുഡ് നെവർ മീറ്റ് അഗെയിൻ, ഇനി അവർ ഒരിക്കലും തമ്മിൽ കാണില്ല എന്ന് പറഞ്ഞാൽ ആ ലോകം അവസാനിക്കുകയാണ്, ഫുൾ ഡിസ്ട്രക്ഷൻ അവിടെ നടക്കുകയാണ് എന്നായിരിക്കും ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമുക്ക് ആ മ്യൂറൽ പെയിന്റിങ് നോക്കിക്കഴിഞ്ഞാൽ ഒരു സൈഡിൽ നമുക്കൊരു ഡ്രാഗൺ കൈൻഡ് ഓഫ് ഒരു ക്രീച്ചറിനെ കാണാൻ പറ്റും. മേ ബി അതായിരിക്കാം സെർപ്പന്റ് ഓഫ് ദ ഹെൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ പാമ്പിനെ മാത്രമല്ല ഡ്രാഗണിനെയും സെർപ്പന്റ് എന്ന് വിളിക്കാറുണ്ടായിരുന്നു എന്ന് മിത്തോളജിയിൽ പറയുന്നുണ്ട്. സോ അങ്ങനെ ആവാം. പിന്നെ ഈ പുകക്കുഴലിൽ നിന്ന് പുക വീഴുന്ന പോലെ നമുക്കൊരു പിക്ചർ കാണിച്ചിട്ടുണ്ട്. അവിടെ താഴെ കുറെ ആൾക്കാർ അവിടെ പണിയെടുക്കുന്നതാണെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു പിക്ചർ കാണിച്ചിട്ടുണ്ട്. അതായത് ഈ ഫാക്ടറി, അതേപോലെ തന്നെ നമ്മുടെ ഈ കൈതോയൊക്കെ വാനോയിൽ ആൾക്കാരെ കഷ്ടപ്പെടുത്തിയതുപോലെ സ്ലേവറി, അതായിരിക്കും അവിടെ കാണിച്ചിരിക്കുക. ആ ഡ്രാഗണിന്റെ ഓപ്പോസിറ്റ് നമ്മളെ കാണിച്ചിരിക്കുന്നത് ചിലപ്പോൾ എർത്ത് ഗോഡ് ആയിരിക്കാം. കാര്യം അവരുടെ ഒരുമിച്ചുള്ള ആക്രമണത്തിൽ ആ ലോകം നശിച്ചു എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. പിന്നെ അവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സ്കൈപ്പിയയില് എനേരു അവിടുന്ന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ആർക്ക് മാക്സിം ഉണ്ടാക്കിയിരുന്നല്ലോ, ഒരു ഷിപ്പ്. അതുപോലൊരു ഷിപ്പ് നമുക്ക് അവിടെ കാണാൻ പറ്റും. ഏകദേശം ആ ഒരു ലുക്കൊക്കെ ഉണ്ട്. അതിന്റെ തൊട്ട് മുകളിലായിട്ട് കാണിച്ചിരിക്കുന്നത് മൂണാണെന്ന് തോന്നുന്നു, ചന്ദ്രനെയാണെന്ന് തോന്നുന്നു കാണിച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്കൈപ്പിയ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആർക്കായിരുന്നു. അതായത് നമുക്കിങ്ങനെ വാനം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇഷ്ടം പോലെ ഫോർ ഷാഡോയിങ് അതിൽ ഓട ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ താഴെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ആനയുടെ ഒരു രൂപം, അതിന്റെ ആ ഒരു തുമ്പിക്കൈയിൽ കയറി ഇങ്ങനെ നിൽക്കുന്ന കിരീടം വെച്ച ഒരു രൂപത്തെ കാണാൻ പറ്റും. അപ്പൊ ആ കിരീടത്തിന്റെ ലുക്കൊക്കെ വെച്ചിട്ട് അത് ഇമു ആണെന്ന് കുറെ പേര് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ആ കയ്യിൽ എന്തോ പിടിച്ചിട്ട് ആ പടി കയറി ഇങ്ങനെ മുകളിലേക്ക് പോകുന്ന ആൾക്കാർ, അത് കറക്റ്റ് 19 പേരുണ്ട്. അപ്പൊ അവര് ഇമുവിന് ട്രിബ്യൂട്ട് കൊടുക്കുകയാണ്. ആ 19 രാജ്യങ്ങളാണ്, ഇമുവിന്റെ ഒരു രാജ്യം കൂടെ കൂട്ടി 20 രാജ്യം. പിന്നെ അവരാണ് വേൾഡ് ഗവൺമെന്റ് തുടങ്ങിയത്. അതാണ് അവിടെ കാണിച്ചിരിക്കുന്നതെന്ന് കുറേ തിയറീസിൽ ഇങ്ങനെ കണ്ടിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നത് ആ ഒരു സംഭവങ്ങളൊക്കെ ഒരു സെക്കൻഡ് വേൾഡിൽ നടന്നതായിരിക്കാമെന്നാണ്. ഈ ഒരു ടൈം ലൈനിൽ നടന്നതാവാൻ സാധ്യതയില്ല. എനിക്ക് തോന്നുന്നത് ആ കിരീടം വെച്ച് പോകുന്നത് സൺഗോഡ് ആയിരിക്കാം, സൺഗോഡ് നിക്ക. പിന്നെ അതിന്റെ തൊട്ടടുത്ത് തന്നെ നമുക്ക് നോവ കാണാൻ പറ്റും. ആ വലിയ കപ്പൽ ഫിഷ്മാൻ ഐലൻഡിൽ വെച്ച് നമ്മൾ കണ്ട ആ വലിയ കപ്പൽ കാണാൻ പറ്റും. പിന്നെ പുറത്ത് ചിറകൊക്കെ വെച്ചിട്ട് ആ ഷാൻഡിയൻസ് ഉണ്ടല്ലോ, നമ്മൾ സ്കൈപ്പിയെ വെച്ച് കണ്ടിട്ടുള്ള ആൾക്കാർ, അവരുടെ ആ ഒരു ലുക്കുള്ള ഒരു രൂപം ഇങ്ങനെ അടുത്ത് കാണാൻ പറ്റും. അപ്പൊ ഇതിന്റെയൊക്കെ കറക്റ്റ് ഇന്റർപ്രിട്ടേഷൻ എന്താണെന്ന് ഓടയ്ക്ക് മാത്രമേ അറിയൂ. അപ്പൊ ഇനി സെക്കൻഡ് വേൾഡ് നോക്കാം. ദെയർ വാസ് ബ്രെത്ത് അപ്പോൺ എംപ്റ്റിനെസ്, അതായത് ഒന്നുമില്ലായ്മയിൽ നിന്നൊരു ശ്വാസം ഉയർന്നു വന്നു എന്നാണ് പറയുന്നത്. അതായത് പുതിയൊരു ലോകം ഉണ്ടായി, ആ ഒരു ഡിസ്ട്രക്ഷന് ശേഷമുള്ള ഒരു റീബർത്ത്, അതായിരിക്കും അവിടെ സൂചിപ്പിക്കുന്നത്. ദ ഗോഡ് ഓഫ് ദ ഫോറസ്റ്റ് സെന്റ് ഫോർത്ത് ഡീമൻസ്, അതായത് കാടിന്റെ ദൈവം ഈ പുതിയ ലോകത്തിലേക്ക് ചെകുത്താന്മാരെ, പിശാചുക്കളെ അയച്ചു എന്ന് പറയുന്നു. ചെകുത്താന്മാർക്ക് ഡെവിൾസ് എന്ന് ഒരു അർത്ഥം ഉണ്ടല്ലോ. സോ ഡെവിൾ ഫ്രൂട്ടിന്റെ ഇൻട്രൊഡക്ഷൻ ആയിരിക്കാം ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദ സൺ മിയർലി സ്പ്രെഡ് ദ എംബേഴ്സ് ഓഫ് വാർ, അതായത് അടുത്ത യുദ്ധത്തിനായിട്ട് സൂര്യൻ ഒരു തുടക്കമിട്ടു എന്ന് പറയുന്നുണ്ട്. ദ പീപ്പിൾ ഓഫ് ദ ഹാഫ് മൂൺ ഡ്രീംഡ്, ദ പീപ്പിൾ ഓഫ് ദ മൂൺ ഡ്രീംഡ്. പീപ്പിൾ ഓഫ് ദ ഹാഫ് മൂണ്, അതേപോലെ തന്നെ പീപ്പിൾ ഓഫ് മൂണ്, ഈ രണ്ട് ക്ലാനിൽ ഉള്ള ആൾക്കാർക്കും കിട്ടിയ എന്തോ ഒരു പ്രോഫസിയെ പറ്റി, ഒരു പ്രവചനത്തിനെ പറ്റി ാണ് ഈ പറയുന്നത്. ഇവിടെ പീപ്പിൾ ഓഫ് മൂൺ എന്ന് പറയുമ്പോൾ അത് ലൂണേറിയൻസിനെ ആയിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ഈ ഹാഫ് മൂൺ എന്ന് പറയുമ്പോൾ അർദ്ധചന്ദ്രൻ, അതായത് അതിനെ ഡെമിലൂൺ എന്നും വിളിക്കാറുണ്ട്. ഒരു ഡി ഷേപ്പിൽ അത് വരും, ഡി. സോ
അത് ചിലപ്പോൾ ക്ലാൻ ഓഫ് ഡിയെ പറ്റി ആയിരിക്കും പറയുക. പിന്നെ പറയുന്നത് ഹ്യൂമാനിറ്റി കിൽഡ് ദ സൺ ആൻഡ് ദെൻ അസെൻഡഡ് ടു ഡിവിനിറ്റി എന്നാണ്. അതായത് അധികാരമോഹികളായിട്ടുള്ള ആൾക്കാര് സൂര്യനെ കൊന്ന് അവർ സ്വയം ദൈവത്തിന്റെ സ്ഥാനത്തേക്ക് ഉയർന്നു വന്നു എന്നാണ്. ജോയ് ബോയിയെ ചതിച്ചു കൊന്ന ശേഷം സെലസ്റ്റിയൽ ഡ്രാഗൺസ് എന്ന സ്ഥാനത്തിലേക്ക് ഉയർന്നു വന്ന് സ്വയം ദൈവങ്ങളെന്ന് പ്രഖ്യാപിച്ച ആൾക്കാരെ പറ്റിയാണ് ഇവിടെ പറയുന്നതെന്ന് ഏകദേശം നമുക്ക് ഉറപ്പാണ്. ഈ നടന്ന സംഭവത്തിൽ കടലിന്റെ ദൈവം വയലന്റായി, അങ്ങനെ ഈ രണ്ടാമത്തെ ലോകവും അവസാനിച്ചു എന്നാണ് പറയപ്പെടുന്നത്. കടലിന്റെ ദൈവം എന്ന് പറയുമ്പോൾ മെർമെയ്ഡ് പ്രിൻസസ്, അതായത് പൊസൈഡോൺ ആയിരിക്കാം. കാര്യം പ്രോമിസ് കീപ്പ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ജോയ് ബോയ് അവരോട് അപ്പോളജി പറഞ്ഞുകൊണ്ടുള്ള പോണിഗ്ലിഫ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. ഇനി നമ്മൾ ആ മ്യൂറൽ പെയിന്റിങ്ങിന്റെ ഇപ്പുറത്തെ സൈഡ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് ആ ജോയ് ബോയ് വേഴ്സസ് 20 കിങ്ഡംസ് ആ ഒരു വാറാണെന്ന് നമുക്ക് ചെറിയൊരു ക്ലാരിറ്റി കിട്ടും. അതായത് നോക്കിക്കഴിഞ്ഞാൽ കയ്യിൽ സൂര്യനെ അല്ലെങ്കിൽ മദർ ഫ്ലെയിം പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ഇമൂനെ നമുക്ക് കാണാൻ പറ്റും. ഇമൂന്റെ ആ ഒരു ഷാഡോ രൂപം അതിന്റെ തൊട്ടിപ്പുറത്ത് തന്നെ നോക്കിക്കഴിഞ്ഞാൽ കപ്പലിൽ പോകുന്ന ഒരു 5 പേരെ കാണാൻ പറ്റും. മേ ബി അത് 5 എൽഡേഴ്സ് ആയിരിക്കാം. അതേപോലെ ഇമൂന്റെ നേരെ വാളുകൊണ്ട് ഇങ്ങനെ പാഞ്ഞു വരുന്ന ജോയ് ബോയ്, പിന്നെ എമറ്റ്, അതേപോലെ തന്നെ തലയിൽ കൊമ്പുള്ള ഏൻഷ്യന്റ് ജയൻസ്, പിന്നെ എൽബാഫിലെ മറ്റ് ജയൻസ്, ലുണേറിയൻസ്, അതേപോലെ ലെബൂണിന്റെ കൂട്ടുള്ള തിമിംഗലം, അതിന്റെ മുകളിൽ 2 പേര്. പിന്നെ ആ ഒരു കപ്പലിലെ ഫ്ലാഗ് കണ്ടിട്ട് അത് അലബസ്തയിലെ ഒരു ഫ്ലാഗിന്റെ അതേ റിസംബ്ലൻസ് ഉണ്ട്. അപ്പൊ ആ ഒരു കപ്പലിൽ 2 പേര് വരുന്ന നമുക്ക് കാണാം. പിന്നെ ആ സുലോങ് ഫോമിലുള്ള നിൽക്കുന്ന മിങ്ക് ട്രൈബിനെ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ നോർമൽ ഫോമിൽ നിൽക്കുന്ന മിങ്ക് ട്രൈബിലെ ആൾക്കാര്, പിന്നെ നമ്മുടെ ഡ്രസ്റോസയിലെ ആ ഡാർസ് ടൊൻടട്ട ട്രൈബ്, അതേപോലെ വാനോകുനിയിലെ വാരിയേഴ്സ്, പിന്നെ പൊസൈഡോൺ അതായത് മെർമെയ്ഡ് പ്രിൻസസും പിന്നെ സീ കിങ്സ്, ഇതൊക്കെ നമുക്ക് അവിടെ കാണാൻ കഴിയും. അപ്പൊ പിന്നെ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു വലിയ വോയിഡിന് ശേഷം ഉണ്ടായ മൂന്നാമത്തെ വേൾഡ്, ഇപ്പോഴത്തെ പ്രസന്റ് വേൾഡിനെ പറ്റിയാണ് അടുത്ത് പറഞ്ഞിരിക്കുന്നത്. അതായത് അന്ന് പ്രോമിസ് കീപ്പ് ചെയ്യാൻ ജോയ് ബോയ്ക്ക് കഴിഞ്ഞില്ല, പക്ഷെ ആ പ്രോമിസ് കീപ്പ് ചെയ്യുന്ന ദിവസം വരും. ആൻഡ് ദേ ഹിയർ ദ വോയിസ് ഓഫ് ദ ഫ്രാഗ്മെന്റഡ് മൂൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ പറഞ്ഞ വോയിസ് ഡ്രംസ് ഓഫ് ലിബറേഷൻ ആയിക്കൂടെ, ജോയ് ബോയ് ഹാസ് റിട്ടേൺ. ആ ഒരു ഗസിനെ ഉറപ്പിക്കുന്ന രീതിയിലാണ് ഇത് അടുത്ത സെന്റൻസ് നോക്കൂ. ദ ഗോഡ് ഓഫ് ദ സൺ ഡാൻസസ് ആൻഡ് ലാവ്സ് ഗൈഡിങ് ദ വേൾഡ് ടു ഇറ്റ്സ് എൻഡ്. അതായത് സൺ ഗോഡ് തിരിച്ചു വന്നു ഇപ്പോഴത്തെ ഈ സെലസ്റ്റിയൽ ഡ്രാഗൺസിന്റെ വേൾഡ് ഗവൺമെന്റിന്റെ ഒക്കെ ഈ ഭീകരമായിട്ടുള്ള ആ ഒരു ഭരണത്തിന് അവസാനം കുറിക്കുമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദ സൺ വിൽ റിട്ടേൺ ആൻഡ് എ ന്യൂ ഡോൺ വിൽ കം. സൂര്യൻ തിരിച്ചു വരും, ഒരു പുതിയ പ്രഭാതവും ഉണ്ടാവും. ലാസ്റ്റ് സെന്റൻസ് ദേ വിൽ ഷുവർലി മീറ്റ് അഗെയിൻ എന്നാണ്. പൊസൈഡോൺ ആൻഡ് സൺ ഗോഡ്, അതായത് ഇപ്പോഴത്തെ നോക്കുകയാണെങ്കിൽ ഷിരാഹോഷി ലൂഫി, ആ ഒരു പഴയ കീപ്പ് ചെയ്യാത്ത പ്രോമിസ് ഉണ്ടല്ലോ, അതിന്റെ കാര്യമായിരിക്കും ഇവിടെ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അപ്പൊ എന്തായാലും വൺ പീസിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ചാപ്റ്റർ എന്ന് തന്നെ പറയാം. പിന്നെ ഇതിന്റെ ഇന്റർപ്രിട്ടേഷൻസ് ഞാൻ ഈ പറഞ്ഞതൊക്കെ തന്നെ ആകണം എന്ന് നിർബന്ധമൊന്നുമില്ല. എനിക്ക് തോന്നിയ ചില കാര്യങ്ങൾ ആൻഡ് വായിച്ച തിയറികളിൽ ഇറ്റ് മേക്സ് സെൻസ് എന്ന് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ പങ്കുവെച്ചത്. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ തിയറീസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻസ് മറക്കാതെ കമന്റ് ചെയ്യുകയും വേണം. അപ്പോൾ അടുത്ത ആഴ്ചയും ബ്രേക്ക് ഒന്നുമില്ല. സോ ചാപ്റ്റർ 1139 എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് അടുത്ത ആഴ്ച കാണുന്നവരേക്കും ബൈ ബൈ.